കുട്ടിക്ക് പാല് കൊടുക്കുന്ന സമയത്ത് കഴിയുന്നതും ഇരുന്ന് മുലയൂട്ടാൻ ശ്രമിക്കണം. കിടന്ന് മുലയൂട്ടുന്ന സമയത്ത് പാല് തരിപ്പിൽ പോകാനും അതേപോലെ തന്നെ അത് കാരണം കുട്ടിക്ക് കഫക്കെട്ട് വരാനുള്ള സാധ്യത കൂടുതലാണ്. കിടന്ന് മുലയൂട്ടുന്ന സമയത്ത് പാല് തരിപ്പിൽ പോകുന്നത് കാരണം കുട്ടിയുടെ തൊണ്ട അതേപോലെ ചെവി കണക്ട് ചെയ്യുന്ന യൂസ്റ്റേക്കിയൻ ട്യൂബ് എന്ന് പറയുന്ന ട്യൂബിലൂടെ പാല് കയറാനും അത് അണുബാധ ഉണ്ടാക്കാനും അത് കഫക്കെട്ട് അതേപോലെ തന്നെ ചെവി വേദന ഉണ്ടാക്കാനും ഒക്കെ കാരണമായി കാണാറുണ്ട്. പാരമ്പര്യമായി ശ്വാസം മുട്ടൽ, കരപ്പൻ തുടങ്ങിയ അസുഖങ്ങൾ തുടർന്നു വരുന്ന ഫാമിലികളിലെ കുട്ടികളിൽ തുടർച്ചയായിട്ട് വരുന്ന കഫക്കെട്ട് കാണാറുണ്ട്. ഇതിനു പുറമെ ജനന സമയത്തെ ചില ബുദ്ധിമുട്ടുകൾ അതേപോലെ തന്നെ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ തുടങ്ങിയവയൊക്കെ അണുബാധക്കും അതേപോലെ തന്നെ കുട്ടികളിൽ അലർജിക്കും കാരണമായി വരുന്നു. കൂടാതെ മാസം തികയാതെ പ്രസവിക്കുന്ന കുട്ടികൾ, ജനന സമയത്ത് മെക്കോണിയം അതായത് ഗർഭപാത്രത്തിനകത്തുള്ള സ്രവങ്ങൾ വയറിനകത്താകുന്ന കുട്ടികൾ, അതേപോലെ തന്നെ ജനന സമയത്ത് തൂക്കക്കുറവുള്ള കുട്ടികൾ